കേന്ദ്ര ടൂറിസം ആപ്പിൽ ഇടം നേടുന്നതും കാത്ത് കോട്ടയത്തിന്റെ മലയോര ടൂറിസം കേന്ദ്രങ്ങളായ ഇല്ലിക്കൽ കല്ലും ഇലവീഴ പൂഞ്ചിറയും. ടൂറിസം ആപ്പിൽ ഇടം നേടുന്നതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റാമെന്നാണ് ജനപ്രതിനിധികളുടെയും കണക്കുകൂട്ടൽ. സഞ്ചാരികളുടെ മനം കവരുന്ന ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇവ. ഇരുവശവും പച്ചപ്പരവതാനി തീർത്ത മലകൾക്കിടയിലൂടെ വളഞ്ഞും തിരിഞ്ഞും പോകുന്ന വഴി, ഒടുവിൽ കോടമഞ്ഞിനിടയിലൂടെ അതിമനോഹരമായ കാഴ്ച. ഹിൽ സ്റ്റേഷൻ ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട ഇടമായി ഇല്ലിക്കൽ കല്ലും ഇലവീഴ പൂഞ്ചിറയും വളർന്നിട്ട് ഏറെക്കാലമായെങ്കിലും ഇനിയും പോകാൻ ദൂരമേറെയുണ്ട്. കേന്ദ്ര ടൂറിസം മാപ്പിൽ ഇടം പിടിക്കുന്നതോടെ സംസ്ഥാനത്തെ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി ഇവിടം വളരുമെന്ന സ്ഥലം എംഎൽഎയുടെ ഉറപ്പ്. ഇന്ത്യയുടെ ടൂറിസം ഭൂപടത്തിൽ ഇല്ലിക്കലും ഇലവീഴ പൂഞ്ചിറയും ഉണ്ടാവണം. അപ്പോൾ അതിന് ചില ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട്. റോഡുകൾ വിമൻ ബേസി ആയിരിക്കണം. അതെല്ലാം അവിടെയായി. അപ്പം വാഗമണ്ണുമായിട്ട് 11 കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഈ സ്ഥലം. അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ ഈ സ്ഥലത്തേക്കും വരികയും ഇവിടുത്തെ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. ഈരാറ്റുപേട്ടയിലെത്തിയാൽ 19 കിലോമീറ്റർ സഞ്ചരിച്ച് ഇല്ലിക്കൽ കല്ലിലെത്താം. അവിടെ നിന്ന് 12 കിലോമീറ്റർ മാത്രം മതി ഏറ്റവും മനോഹരമായ ആകാശ കാഴ്ച നൽകുന്ന പോലീസ് വയർലെസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഇലവീഴ പൂഞ്ചിറയിലേക്ക്. അതാണ് മലങ്കര ഡാം. അതിന്റെ അപ്പുറത്ത് അവിടുത്തെ ബിൽഡിംഗ് ഒക്കെ തൊടുപുഴ. രാത്രി കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണാൻ പറ്റും. രണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നിരവധി സിനിമാ ചിത്രീകരണങ്ങൾക്ക് വേദിയായിട്ടുണ്ടെങ്കിലും താമസ സൗകര്യങ്ങളുടെ കുറവാണ് പ്രധാന വെല്ലുവിളി. ടൂറിസം പട്ടികയിൽ ഇടം നേടുന്നതോടെ വാഗമണിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ വലിയ തിരക്ക് ഇവിടേക്കും നീളും. ഇതോടെ റോഡുകളുടെയും മറ്റ് വികസനങ്ങളുടെയും വഴിതെളിയും. സുരേഷ് ഗോപിയെ കണ്ട കോട്ടയം MP ഫ്രാൻസിസ് ജോർജിനും മാണി സി കാപ്പൻ MLAയ്ക്കും അനുകൂല നടപടിയുടെ സൂചനകൾ കിട്ടിയിട്ടുണ്ട്.